എന്റെ മക്കൾ എവിടെ കുഞ്ഞ്? എന്താ മുല കൊടുക്കാൻ ധൃതിയായോ? കെട്ടിയെടുക്കണം അകത്തോട്ട്. മമ്മി വരുന്നു വരുന്നു വരുന്നു. എന്താ ട്രെയിൻ ലേറ്റ് ആയിരുന്നു? ട്രെയിൻ ലേറ്റ് ആയിരുന്നില്ല, എന്റെ ബുദ്ധി അല്പം ലേറ്റ് ആയി പോയി. ഞാൻ ഫസ്റ്റ് ക്ലാസ് മുഴുവൻ ചകഞ്ഞു നോക്കി. ഇവര് ഗുഡ്സിലല്ലേ വന്നത്? ഗുഡ്സില്? 3ാം ക്ലാസ്സിൽ. യാത്രയൊക്കെ സുഖമായിരുന്നോ? വിജയനും വന്നല്ലോ. അമ്മേ, എന്റെ പൊന്നു മക്കളെ, നിന്റെ കമ്പി കിട്ടിയപ്പോ എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ. കഷ്ടം, എന്റെ മോനങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. ഞാനിപ്പോ നന്നായിരിക്കണമ്മേ. അല്ല, ചേട്ടൻ ക്ഷീണിച്ചിരിക്കുക. നീ വളരെ ക്ഷീണിച്ചു പോയി. ഇതാണ് മാതൃസ്നേഹം. മക്കള് എത്ര തടിച്ചിരുന്നാലും അമ്മമാർക്ക് മെലിഞ്ഞിരിക്കുന്നുണ്ടേ തോന്നുവോ? അമ്മ ഗീതയും വരൂ, അകത്തേക്ക് പോകാം. നമ്മള് കൊറേ പാടുപെടുമെന്നാ തോന്നുന്നത്. ഇത്ര ദരിദ്രമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അയ്യേ, ഈ സാരി ഉടുത്തിരിക്കുന്ന കണ്ടില്ലേ? വെറും കൺട്രി. ആദ്യമായിട്ടാണെന്നാ തോന്നുന്നത് മമ്മി. കാലിലൊരു ചെരുപ്പുണ്ടോന്ന് നോക്ക്. നമ്മുടെ ബന്ധുക്കളാണെന്ന് കയറി ആരോട് പറഞ്ഞേക്കരുത് കേട്ടോ. വിജയൻ സമ്മതിക്കുമോ മമ്മി? വിജയൻ നമ്മുടെ കയ്യിലിരിക്കണം. ദാ ഇങ്ങനെ. ഡാഡി മമ്മിയുടെ കയ്യിലിരിക്കുന്ന പോലെ. യൂസ്ലെസ്. ഇതാണ് അമ്മയ്ക്കും ഗീതയ്ക്കും താമസിക്കാനുള്ള മുറി. പിന്നെ ഒരു കാര്യം, അല്പം പരിഷ്കാരമായിട്ടൊക്കെ പെരുമാറണം, ഇല്ലെങ്കിൽ അതിന്റെ പ്രസ്റ്റീജിനെ ബാധിക്കും. എന്തിനാ ചേട്ടാ ഞങ്ങളെ പെട്ടെന്ന് ഇങ്ങോട്ട് വരുത്തിയത്? അതൊക്കെ ഉണ്ട്, എല്ലാം പിന്നെ പറയാം. എങ്കിലും എന്റെ മക്കളെ, നീ ആ ശാരദയ്ക്ക് ഇതേവരെ ഒരു എഴുത്ത് അയച്ചില്ലല്ലോ. ആ പെണ്ണിനെ ഒന്ന് കാണണം, ഒന്നേ നോക്കത്തുള്ളൂ. അത്രയ്ക്ക് ക്ഷീണിച്ചു പോയി. ഏത് നിമിഷവും ചേട്ടനെ പറ്റി മാത്രമാ ശാരദ ചേച്ചിയുടെ ചിന്ത. ഇനി നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോണ്ട. നമ്മൾ താമസിക്കുന്ന വീട് ഒഴിഞ്ഞു കൊടുത്തേക്കാം. ഇനി മദിരാശിയാണ് നമ്മുടെ നാട്. അപ്പോൾ ശാരദയോ മക്കളെ? അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. എനിക്ക് നിർക്കാടിയുണ്ട്. ഇതേ അമ്മയെ നോക്കിക്കൊള്ളു, ഞാൻ പോയിട്ട് വന്നേക്കാം. അവരെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? ശാരദയുടെ കാര്യം നാട്ടുകാരി വന്നു. അവള് നമ്മുടെ വന്നല്ലയോ? അതാണമ്മേ ഞാനും ആലോചിക്കുന്നത്. ഈ വീട് ഇവിടുത്തെ ആൾക്കാരെ കണ്ടിട്ട് എനിക്ക് ഭയമാകുന്നു. ചേട്ടനെ വലിയ വീട്ടിൽ എങ്ങനെ വന്നു? നമുക്ക് എന്തിനാ അമ്മ ഇത്രയും വലിയ വീട്? എനിക്കൊന്നും അറിഞ്ഞൂടായോ എന്റെ ദേവി? ഇത്രയും വലിയ വീടായിട്ടൊരു പൂജാമുറിയില്ലല്ലോ. ഈ മൂലയില് നമ്മൾ കൊണ്ടുവന്ന കൃഷ്ണന്റെ മുരുകന്റെ ഒക്കെ പടം വെക്കാം. അപ്പൊ ഇതൊരു പൂജാമുറിയായി. ഇല്ല എന്തോ കണ്ടിട്ട് ഈശ്വര വിചാരം ഇല്ലാത്ത കൂട്ടരാന്ന് തോന്നുന്നു. നമ്മൾ എന്തിനാമ്മ ഇത്രയും ചുഴിഞ്ഞ് ആലോചിക്കുന്നത്? നമുക്കിതൊരു വാടക വീട് പോലല്ലേ ഉള്ളൂ. അവര് നമ്മുടെ ആരും അല്ലല്ലോ. ഇതാണോ അടുക്കള? അടുക്കള തന്നെ ഒരു വീടിന്റെ അത്രയുണ്ട്. കൂട്ടാൻ എന്തൊക്കെയുണ്ട്? സാമ്പാർ നനഞ്ഞോണ്ടിരിക്കായിരുന്നു. നീയാണോ അവിടുത്തെ പാചകമൊക്കെ? അതെ. അയ്യോ, ഞാൻ അറിഞ്ഞോളാം. സാരമില്ല എന്റെ വെണ്ണേ, എനിക്ക് കയ്യും കാലും അനങ്ങിക്കൊണ്ടിരിക്കണം. അമ്മയും ഗീതക്കുഞ്ഞും കല്യാണത്തിനായിട്ട് വന്നതായിരിക്കും. ആ കാര്യം അവനോട് പറയണം. എത്ര കാലമെന്ന് വെച്ചാ ഒരു പെണ്ണ് കാത്തിരിക്കുക? ശരിയാ. വിജയൻ സാറിനെ ഇവിടെ വന്ന ദിവസം തുടങ്ങിയതാണ് ഈ ബന്ധം. സുനന്ദ കുഞ്ഞിന് ഈ ഒരു വിചാരമേ ഉള്ളൂ. നീ ഏത് കല്യാണക്കാരിയാ പറയുന്നത്? വിജയൻ സാറും സുനന്ദ കുഞ്ഞുമായിട്ടുള്ള കല്യാണം. കൊച്ചമ്മ എഴുത്ത് കണ്ടോ? ഇന്നലെ പ്രസ്സുകാരൻ കുറിപ്പ് കൊടുത്തയച്ചിരുന്നു. സ്വർണ്ണമാ അക്ഷരങ്ങളെല്ലാം. അമ്മ എന്തിനാ അടുക്കളയിൽ വന്നിരിക്കുന്നത്? വേലക്കാർക്കൊന്നും ഇങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല. കൊച്ചുപാരോ, നിന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നു. അമ്മ വരും. വന്നട്ടെ. ശരിയാണോ അമ്മേ? എന്തൊരു ചതിവാണിത്. എഴുത്തുപോലും അച്ചടിച്ചെന്ന് അവള് പറഞ്ഞു. എന്റെ ചങ്ക് തകരുന്നു. ഈശ്വര, അവൻ തലമറന്നെണ്ണതേക്കാണ്. ശാരി ചേച്ചിയോട് എന്തോ സമാധാനം പറയാമമ്മേ.
അവനിങ്ങി വരട്ടെ. ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റും. ഇതിനാണോ അവൻ നമ്മളെ വരുത്തിയത്? ചേട്ടന് വലിയ മാറ്റമുണ്ടമ്മേ. എന്തോ കുഴപ്പമുണ്ട്. ചേട്ടന് നമ്മളോട് വർത്തമാനം പറയാൻ പോലും നേരമില്ലായിരുന്നല്ലോ. അമ്മയും പെങ്ങളും വരുന്നതിന് മുമ്പ് വിവാഹ കത്തുകളൊക്കെ അടുപ്പിച്ചു. വിജയൻ വിവരമൊക്കെ പറഞ്ഞു കാണുമല്ലോ. എന്താ വിവരം? ഞങ്ങളൊന്നും അറിഞ്ഞില്ല. ആഹാ, ആ എങ്കിൽ വൈകുന്നേരം പറയുമായിരിക്കും. വിജയന്റെ വിവാഹ കത്താണിത്. എന്റെ മകളാണ് വധു. ഞങ്ങളുടെ കുടുംബ മഹിമയൊക്കെ ഇന്നലെ പറഞ്ഞല്ലോ. ഞാൻ റിട്ടയർഡ് ഗവൺമെന്റ് സെക്രട്ടറി കൊച്ചുഗോവിന്ദപിള്ളയുടെ മകളാണ്. ഇങ്ങനെ ഒരു ബന്ധം നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? എന്താവൊന്നും പറയാത്തത്? നേരത്തെ അറിയിക്കാത്തോണ്ടുള്ള ദേഷ്യമായിരിക്കും. ഓ, എന്റെ ദേഷ്യത്തിൽ എന്തിരിക്കുന്നു? ഞാൻ ആരുമല്ലല്ലോ. ഇത്ര വലിയ ഒരു ഭാഗ്യം വന്നതിൽ അമ്മ സന്തോഷിക്കുക വേണ്ടത്. എന്റെ മകളെ കല്യാണം കഴിക്കാൻ രാജാക്കന്മാർ പോലും തയ്യാറാണ്, അറിയാമോ? പക്ഷേ അവളെ കെട്ടിയില്ലെങ്കിൽ മരിച്ചു കളയുമെന്നാ വിജയം പറയുന്നത്. ആ, വിജയം വന്നെന്നാ തോന്നുന്നത്. ഇനി എല്ലാം വിജയം പറഞ്ഞുകൊള്ളു. എന്താ ഇവിടെ? എന്ത് സംഭവിച്ചു? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? നിനക്ക് ഞങ്ങളെ കൊന്നുകളയാമായിരുന്നല്ലോടാ മക്കളെ. അതായിരുന്നു ഇതിലും ഭേദം. ചേട്ടന് എന്തു പറ്റി? ചേച്ച ഇത്ര വേഗം മറന്നു കളഞ്ഞല്ലോ. ഓഹോ, അതാണോ കാര്യം? അമ്മേ, ഞാൻ പറയുന്നത് ധൃതി പിടിക്കാതെ സമാധാനമായിട്ട് കേൾക്കുക. കല്യാണക്കുറി അടിച്ച് ചങ്ങാട് എന്ത് പറയാനാണ്? എല്ലാം ഞാൻ അനുഭവിക്കാം. നിന്റെ അച്ഛൻ മരിച്ചപ്പോ ഇതെല്ലാം കാണാൻ ദൈവം എന്നെ ഇട്ടിരുന്നല്ലോ. അമ്മ, ഞാൻ പറയുന്നത് കേൾക്കൂ. എന്റെ ഇന്നത്തെ പദവിയും പേരും പെരുമയും എല്ലാം ഈ വീട്ടുകാരുണ്ടാക്കി തന്നതാണ്. ശാരദ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലേ? അവൾ ഒഴുക്കിയ കണ്ണുനീരിന്റെ വില ഈ ജന്മം നിനക്ക് കൊടുത്തു തീർക്കാൻ പറ്റുമോ? ഞാൻ ശാരദയെ മറന്നെന്ന് ആര് പറഞ്ഞു? എനിക്ക് അവളോട് സഹതാപവുമുണ്ട്. എനിക്ക് ചില കടപ്പാടുകൾ വന്ന് വിട്ടുപോയി. മനുഷ്യന്റെ എല്ലാ സ്വപ്നങ്ങളും നിറവേറ്റാൻ പറ്റാറുണ്ട്. ഏതായാലും എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി പറഞ്ഞിട്ട് യാതൊരു ഫലവുമില്ല. ഞാൻ പോകുന്നു. എനിക്ക് വൈകിട്ടും റെക്കോർഡിംഗ് ഉണ്ട്. ഈ വീടൊരു ജയിലാണമ്മേ. ചേട്ടന് ഒരു സ്വാതന്ത്ര്യം ഇല്ല. നമ്മളും ജയിലിലായി. എന്താ പറയുന്നവരെ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ. കരഞ്ഞതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. എല്ലാം വിധിയാ. പട്ടം പറത്തി കളിച്ച ഒരു കൊച്ചു കുഞ്ഞാണ്. ചരടറ്റു പോയാൽ പട്ടം മേപ്പോട്ടേക്ക് പറന്നു പോകും. ഭൂമി വളരെ താഴെയാണ്. വിജയൻ എന്നെ മറക്കുമോ അച്ഛാ? ഇല്ല എന്ന് പറയണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം. പക്ഷേ വേണോ ഇങ്ങോട്ട്? ശാരദ എന്തിനാ കരയണേ? അവൾ എന്തിനാ കരയാതിരിക്കുന്നു? ശരിയാണ്. വിജയം വലിയ ആളായപ്പോ നാമൊക്കെ ഒപ്പം വലുതാകേണ്ടതായിരുന്നു, അല്ലേ? എന്റെ ശരീരത്തിന് വയ്യാതായതിലാണ് എനിക്ക് കൂടുതൽ ദുഃഖം. വിജയൻ എന്ത് പറ്റിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ആളുകള് പലതും പറയുന്നുണ്ട്. ഗീതയും അമ്മയും പോയതിനു ശേഷം എനിക്കും മനസ്സിനൊരു സ്വസ്ഥതയില്ല. മദ്രാസ് വരെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കാൻ. എന്നാ ഒന്ന് പോയേച്ചു വാ മോനെ, രണ്ടിലൊന്നും അറിയാമല്ലോ. വിജയൻ ഇന്ന് വലിയ ഉയരത്തിലാണ്. എന്റെയിലാണേൽ അന്നും ഇന്നും സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. അതാണൊരു പേടി. താഴത്തെ തങ്കപ്പൻ ആശാരിയുടെ മകളുടെ കല്യാണമാണ്. കൂലിവേലക്കാരനാണെങ്കിൽ എന്താ, ആ പെണ്ണും
നീയും ഒരേ പ്രായ. ഒരു കൂലിവേലക്കാരന് കൊടുത്ത ഭാഗ്യം പോലും നീ എനിക്ക് തന്നില്ലല്ലോ ഭഗവാൻ. വിജയൻ വളർന്നാൽ ശാരദയും വളരുമല്ലോ. എനിക്കെല്ലാം വിജയനാണ്. വിജയന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് ശ്രീകൃഷ്ണനോടാണ്. രാത്രിയിലും പകൽ കിനാവും. ഇന്ന് കിനാവ് കാണേണ്ട ദിവസമല്ല. ഞാൻ എന്തൊക്കെയോ ആലോചിച്ചു പോയി. ആലോചിച്ചോളൂ. ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് ആലോചിച്ചോളൂ. എന്തു അമ്മേ ഈ കുണ്ടത്തിൽ എനിക്ക് കിടക്കാൻ പറ്റില്ല. വെള്ളം പോകുന്ന പോലെ അല്ലേ താഴോട്ടും മേലോട്ടും പോകുന്നത്. എന്തു അമ്മ അമ്മയെ കാണിക്കുന്നേ? അമ്മേ ഈ കട്ടിലോട്ട് കയറി കിടന്നാട്ടെ. അവര് കണ്ട ഇനി മല്ലൊക്കെ പറയുമെന്ന്. നീ ചുമ്മാ ഇരുവന്നെ. ഞാൻ താഴെ കപ്പ ശീലിച്ചത്. എന്റെ ദൈവമേ ഇതെന്തു വൈകി ഉറങ്ങട്ടെ. എന്റെ ആരാധന. അല്ല മമ്മി ഹിപ്പിയാണോ? ഇത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എല്ലാം വലിച്ചു പുറത്തെറിഞ്ഞിട്ടേ മണ്ണി കിടന്നുറങ്ങണം. ബെഡിൽ നിന്നും മോചനം, കിടക്കയിൽ നിന്നും മോചനം, ഭക്ഷണങ്ങളിൽ നിന്നും മോചനം, വസ്ത്രങ്ങളിൽ നിന്നും മോചനം. അതാണ് അതിന്റെ ശരി. അല്ല ഇതെന്തൊരു നാശമാ. കിടന്നുറങ്ങാനും സമ്മതിക്കത്തില്ലല്ലോ. എണീറ്റ് പോടാ ചേർത്താ. ഇതൊരു വാടാ ശവത്തിന്. എണീറ്റ് പോ. എടാ പ്രതാപ. എടാ പ്രതാപ. കഴിയാ യൂസ്ലെസ്. പോടാ പോയി റൂമിൽ കിടന്നുറങ്ങും. എന്താ തറയിൽ കിടക്കുന്നത്? ബെഡിൽ കയറി കിടന്നാട്ടെ. തെറ്റിദ്ധരിക്കണ്ട. എനിക്ക് ഇതിലൊന്നും കിടന്ന് ശീലമില്ലാത്തത് കൊണ്ട്. മകൻ നല്ല നില വരുമ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് ശീലിക്കണ്ടേ? ഓ എനിക്ക് വയസ്സായില്ലേ. മരിക്കാൻ നേരത്തെ എന്തിനാ ഈ പുതിയ പഠിത്തമൊക്കെ? കേട്ടോ, അട്ടയെ പിടിച്ച് മെത്തെ കിടത്തിയ കിടക്കുമോ? ചിലത് ചുരുണ്ടുകൂടി കിടക്കും. പക്ഷേ ഇവിടെ വന്നു കയറിയ അട്ട കിടത്തിയാലും കിടക്ക്.